മാജിക് ഹാൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്ററും നോക്കി അതിൻ്റെ ഫുൾ കണ്ടൻറ്റൊക്കെ നോക്കി നാളത്തെ എക്സാമിന് പ്രിപ്പയർ ആവുക എന്ന് പറഞ്ഞത് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മുടെ ഈ സ്ക്വയർ വാല്യൂസ്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചോദിക്കുന്നുണ്ട്. സ്ക്വയർ മാത്രമല്ല കേട്ടോ, ക്യൂബൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു നമ്പറിന്റെ മുകളിൽ 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കുന്ന കണ്ടിട്ടില്ലേ? എന്താ ഇത് സൂചിപ്പിക്കുന്നത്? 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ അതേ നമ്പർ കൊണ്ട് എത്ര പ്രാവശ്യം ഇൻറ്റു ചെയ്യണം എന്നതാണ്. അതായത് 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 × 5 അല്ല. 2 × 5 ആണെങ്കിൽ അങ്ങനെ എഴുതിയാൽ പോരെ. 2 × 5 എന്ന് പറഞ്ഞിട്ട് 5ന്റെ മണ്ടയിൽ എന്തിനാ 2 എടുത്തിട്ട് എഴുതുന്നത്? അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അത്ര പ്രാവശ്യം എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. അതായത് 5 × 5 അതാണ് 5/2 എന്ന് പറയുന്നത്. അപ്പോൾ 5/3 എന്ന് പറഞ്ഞാൽ 5 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. അതായത് 5 × 5 × 5. അങ്ങനെ എനിക്ക് 4/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4നെ എന്ത് ചെയ്യുക, 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. അതായത് 4 × 4. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം? 5² എന്ന് പറയുന്നത് 25 ആണെന്ന് നമുക്കറിയാം. 5 × 5 എത്രയാ? 5ന്റെ ടേബിളിൽ 5 വരെ പറഞ്ഞു നോക്കിയാൽ മതി. 25 ആണല്ലേ. 4² എത്രയാണെന്ന് അറിയാം? 16 ആണെന്ന് അറിയാം. ഓക്കെ, ഇപ്പൊ തമ്മിൽ എന്ത് ചെയ്യുക, 16 × 25 ഇൻറ്റു ചെയ്ത് നോക്കുക. എത്രയെന്ന് കിട്ടും? 400 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെയല്ല, ഇത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡുകളിലാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാർക്ക് തരാതെ ഒന്നും ഇരിക്കാൻ പോണില്ല കേട്ടോ. എന്നാൽ നമുക്കിത് ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഈ 5 × 4 നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാനൊക്കെ കുറച്ചൊക്കെ പാടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ന്റെയും 4ന്റെയും മുകളിൽ ഇരിക്കുന്നത് സ്ക്വയർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 5ഉം 4ഉം കൂടെ ആദ്യം ഇൻറ്റു ചെയ്യുക. 5ഉം 4ഉം കൂടെ ഇൻറ്റു ചെയ്താൽ എത്രയാ? 5 × 4 എത്രയാ? 20 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആ 20 ഇനി എന്ത് ചെയ്യുക, സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ 20 പോലുള്ള സീറോസ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ എളുപ്പം. ഒരു 0 ആണുള്ളെങ്കിൽ നമ്മൾ ഉത്തരത്തിൽ 2 0 കൊടുക്കുക. 2 0 ആണുള്ളെങ്കിലോ ഉത്തരത്തിൽ എന്ത് ചെയ്യുക, 4 0 കൊടുക്കുക. ഇവിടെ നമുക്ക് 20ൽ 1 0 ആണുള്ളത് അല്ലേ. അപ്പോൾ ഉത്തരത്തിൽ എത്ര 0 വരും? 2 0. ഇത് 2ന്റെ സ്ക്വയർ എടുത്താൽ മതി. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. എന്ത് ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ 5ന്റെ ക്യൂബ് അതേപോലെ 6ന്റെ ക്യൂബും തമ്മിൽ എന്ത് ചെയ്യണത്, അങ്ങനെ കുറച്ച് 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ 4 എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. 2 മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. 2ലും ഒരേ ആൻസർ കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണ്ടേ. ഓക്കെ, ഇനി നോക്കിയാൽ ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറയും. ഓക്കെ, പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറയും. എന്താ ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട്, അതായത് വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാൻ പാടില്ല. ഓക്കെ, 2 എന്ന നമ്പറിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ 3 എന്ന നമ്പറിനെ നോക്കിയേ, ഇല്ല. നമുക്ക് 1 ഉണ്ടെന്ന് പറയാം. ഓക്കെ, 1ഉം നിങ്ങൾ നോക്കണ്ട, വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. 4നെയോ ഇല്ല എന്നാണോ? ഉണ്ട്. ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അല്ലേ. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 2ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം 4 ഉള്ളത്? 2ാമത്തെ പ്രാവശ്യം. ഓക്കെ, അപ്പോൾ പറ്റും. അതേപോലെ തന്നെ 5നെ ആണെങ്കിലോ, 5നെ വേറെ നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 5നെ 1, 2, 3, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ ആ നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറുകളെ നമ്മൾ വിളിക്കുന്നതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊന്നൊരു പ്രൈം നമ്പർ ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ചെയ്യുക കേട്ടോ. ഇനി നോക്കിയാൽ 27 ഡിവൈഡഡ് ബൈ 243 എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 27നെ നമ്മൾ പ്രൈം നമ്പറിന്റെ ഫാക്ടേഴ്സ് ആക്കണം, അതേപോലെ 243നെ ഫാക്ടേഴ്സ് ആക്കണം. ഇത് ഈ ഫാക്ടർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് എന്തൊക്കെയോ എഴുതി ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലേ, ഭയങ്കരമായിട്ട്. പേടിക്കുന്നു വേണ്ട, നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് ഡിവൈഡ് ചെയ്ത് താഴോട്ട് പോകുക എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക 27, അല്ല ലാസ്റ്റ് നമ്പർ നോക്കുക 7. ഈ 7 എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലാണല്ലേ. 2ന്റെ ഡിവിഷനിൽ പോകുമോ നോക്കുക. 2ന്റെ ഡിവിഷനിൽ പോകുമോ നോക്കുക. എന്ത് ചെയ്താൽ അതൊരു ഈവൻ നമ്പർ ആണോ നോക്കിയാൽ മതി. 7 എന്ന് പറയുന്നത് 0, 2, 4, 6, 8, 9 ഈ നമ്പർ ഒന്നും അല്ലേ. 8, 10. ഓക്കെ, ഈ നമ്പർ ഒന്നും അല്ലേ. ഇത്തരം നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ അത് 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോവില്ല. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു നമ്പറിന്റെ ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പർ അല്ലെങ്കിൽ അത് 2ന്റെ ഡിവിഷനിൽ പോവില്ല. ഓക്കെ, അപ്പോൾ ഇത് 7 ആണ്, അതൊരു ഈവൻ നമ്പർ അല്ല, അത് ഓഡ് നമ്പർ ആണ്, അപ്പോൾ പോവില്ല. അപ്പോൾ 3ൽ നോക്കാം. 3ൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. 30 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ. 27 എന്ന് പറയുന്നത് 3ലുള്ളതാണോ? ആണ്. എത്രാമത്തെ പ്രാവശ്യം ഉള്ളത്? 9ാമത്തെ പ്രാവശ്യം. അത് താഴെ എഴുതി. ഇനി 3ൽ 9 എന്നുള്ള നമ്പർ ഉണ്ടോ? 9 എന്നുള്ള നമ്പർ ഉണ്ടല്ലേ. എത്രാമത്തെ പ്രാവശ്യമാണ്? 3 എന്നുള്ളത്. ഫാക്ടർ ചെയ്യുമ്പോൾ എപ്പോഴും മറക്കരുത് 1 എന്നുള്ള നമ്പറിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി നോക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 1 എന്നുള്ള നമ്പറിൽ എത്തിച്ചു. 27നെ
3 വെച്ചിട്ട് മാത്രമേ ഫാക്ടർ ചെയ്യേണ്ട വന്നുള്ളൂ അല്ലേ, വേറെ ഒരു നമ്പർ നമുക്ക് എടുക്കേണ്ട പോലും വന്നില്ല. ഓക്കെ, അത് പെട്ടെന്ന് എന്ത് ചെയ്തു കഴിഞ്ഞു. 243നെ ഫാക്ടർ ചെയ്ത് നോക്കിയാലോ, 243 ലാസ്റ്റ് നമ്പർ നോക്കുക 3, അതൊരു ഈവൻ നമ്പർ അല്ല, അപ്പൊ 2 എന്തായാലും പോവില്ല. അപ്പൊ നമുക്ക് 3 നോക്കാം. 24 എന്നുള്ളത് 3 ഉണ്ടല്ലേ. എത്ര പ്രാവശ്യമാണ്? 8ാമത്തെ പ്രാവശ്യം. 3 എന്ന് പറയുന്നതോ 1ാമത്തെ പ്രാവശ്യം. ഇനി 81 3 വെച്ച് ചെയ്ത് നോക്കാം. ഡിവിഷൻ ഇങ്ങനെ താഴോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇത് നമുക്ക് പാടാണെന്ന് തോന്നുന്നെങ്കിൽ സൈഡിലേക്ക് എന്ത് ചെയ്യുക, എഴുതി ഡിവൈഡ് ചെയ്യുക കേട്ടോ. 81 ഡിവൈഡഡ് ബൈ 3 എന്നുള്ള രീതി ചെയ്യുക. നമുക്ക് അവിടെ എന്തെന്ന് കിട്ടും? ആൻസർ 27 എന്ന് കിട്ടും. വീണ്ടും 3 വെച്ച് ചെയ്യുക, നമുക്ക് എത്രയെന്ന് കിട്ടും? 9 എന്ന് കിട്ടും. 9 വീണ്ടും 3 വെച്ച് ചെയ്യുക, നമുക്ക് എത്രയെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. 9 3 വെച്ച് ചെയ്യുമ്പോൾ എത്രയാ? 3ന്റെ ടേബിൾ 1 3 3 2 3 6 3 3 9 3ാമത്തെ പ്രാവശ്യം അല്ലേ. ലാസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ 1ലേക്ക് എത്തിച്ചു. ഓക്കെ, ഇനി ഇതിൽ എത്രയാ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ. 3 ആദ്യത്തെ 27 എത്രയാ കിട്ടിയത്? 3 പ്രാവശ്യം 3 വന്നു. അപ്പം 3ന്റെ മണ്ടയിൽ 3 എഴുതുക. ഓക്കെ, ഇനി നമുക്ക് 243യോ എത്ര പ്രാവശ്യം വന്നത്? 1 2 3 4 5 5 പ്രാവശ്യം 3 വന്നു. അപ്പൊ 3യുടെ മണ്ടയിൽ എത്രയെന്ന് എഴുതുക? 5 എന്ന് എഴുതുക. ഓക്കെ, ഇതിലൊന്നും വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ ആ നേരത്തെ കിട്ടിയ ഇക്വേഷനിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതിലേക്ക് കൊടുത്താൽ മതി. 27ന്റെ നേർക്ക് 3/3 എന്നും 243യുടെ നേർക്ക് 3/5 എന്ന് എഴുതുക. ഇനി മേഖലയിൽ കിടക്കുന്ന ആ 2 നമ്പേഴ്സുകളില്ലേ, അത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഓക്കെ, ആ റൈസ് ടു ആയിട്ട് എഴുതിയിട്ടുള്ള റൈസ് ടു 3യും റൈസ് ടു 5ലും ആ 3യും 5ഉം തമ്മിൽ കുറയ്ക്കുക. 3 5ഉം തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 2 എന്ന് കിട്ടും അല്ലേ. പക്ഷെ നമ്മൾ നോക്കിയാൽ താഴത്തെ നമ്പറാ വലുത്, മുകളിലത്തെ നമ്പർ ചെറുതാ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, അതായത് മുകളിൽ കിടക്കുന്ന നമ്പേഴ്സിൽ താഴെ കിടക്കുന്ന നമ്പറാണ് വലുതെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ ഒരു മൈനസും കൂടെ ഇട്ട് എഴുതണം. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയത് 3² എന്നുള്ള ഉത്തരമാണ്. 3 എന്നുള്ളത് അതേപോലെ നോക്കി എഴുതുക. ഈ മുകളിലത്തെ നമ്പറുകൾ തമ്മിലാണ് കുറയ്ക്കുന്നത് കേട്ടോ. ആ ഒരേ നമ്പറായിട്ട് നമുക്ക് കിട്ടിയില്ലേ, ആ നമ്പർ കുറയ്ക്കേണ്ട, അതങ്ങ് എഴുതിയാൽ മാത്രം മതി. 3 എന്നുള്ള നമ്പർ അങ്ങ് നോക്കി എഴുതുക. അത് മുകളിലത്തെ നമ്പറുകൾ കുറച്ചപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന? താഴത്തെ നമ്പർ വലുതായതുകൊണ്ട് ഒരു നെഗറ്റീവ് ചിഹ്നം കൊടുത്തു. മനസ്സിലായോ എല്ലാവർക്കും? ഇനി 125ഉം 3125 തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് ഇതെങ്ങനെയാ ചെയ്യുക? 125 നമ്മൾ ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്യുക? ഫാക്ടർ ചെയ്യുക. ലാസ്റ്റ് നമ്പർ 5ൽ അവസാനിക്കുന്നില്ല. ലാസ്റ്റ് നമ്പർ 5ൽ അവസാനിക്കുന്നതൊക്കെ ഏതിന്റെ ഫാക്ടറിലായിരിക്കും പോകുന്നത്? 5ന്റെ ഫാക്ടറിലായിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് ഫാക്ടർ ചെയ്ത് നോക്കിയാലോ. 125നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 വെച്ചിട്ട് 25, പിന്നെ എന്ത് ചെയ്യുക? 25 5ൽ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഇത് എന്ത് ചെയ്യുക? ഇങ്ങനെ ഫാക്ടർ ചെയ്യാൻ അറിയാത്ത ആളുകൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചാലും മതി കേട്ടോ. ഇനി നോക്കിയേ, 3125 സെയിം മെത്തേഡ് തന്നെയാണ്. ലാസ്റ്റത്തെ നമ്പർ നോക്കുക, അത് 5ലാണ് അവസാനിക്കുന്നത്. 5ൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? അത് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകുന്നതാണ്. ഓക്കെ, 5ലോ 0യിലോ അവസാനിക്കുന്നതും എന്ത് ചെയ്യാം? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അത് ഓരോ നമ്പേഴ്സും ഫാക്ടർ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് 1ലേക്ക് എത്തിക്കാൻ നോക്കുക. ഇവിടെ നോക്കിയേ, 5 പറഞ്ഞുണ്ട്, അതേപോലെ 3യും പറഞ്ഞുണ്ട്. ഇത് കണ്ടിട്ട് നമ്മൾക്ക് തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് പേടിക്കേണ്ട. ഇത് തെറ്റിപ്പോയതല്ല. ഇത് എന്ത് ചെയ്യാം? ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഫാക്ടർ ആയിട്ട് എന്ത് ചെയ്യാം? വരാം കേട്ടോ. അതൊന്നും തെറ്റിപ്പോകുന്നതല്ല. ഓക്കെ, ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയേ. എത്ര 5 ഉള്ളത്? 3 5. അപ്പോൾ 5ന്റെ മുകളിൽ 3 എഴുതുക. ഇനി ഇതിൽ എത്രയാ? രണ്ടാമത്തേൽ നമ്മൾ നോക്കുമ്പോൾ 3 5 തന്നെ ഉള്ളത്, പിന്നെ ഒരു 3യും കൂടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ നോക്കുക, മുകളിൽ 125ന് നേർക്ക് 5/3 എന്നും 3125ന് നേർക്ക് 5/3, അതേപോലെ തന്നെ ഇൻറ്റു 3/1. ഒരു 3 ഉള്ളൂ എന്ന് കാണിക്കാനാണ് കേട്ടോ 3ന്റെ മണ്ടയിൽ 1 കൊടുത്തിട്ടുള്ളത്. ഇനി ഇവ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 5/3യും 5/3യും മുകളിലെ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നത്. എന്നാൽ 3/1 എന്നുള്ള നമ്പർ നമുക്ക് പിന്നെ ഡിവിഷന്റെ താഴെയായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ചുമ്മാ നമ്പറായിട്ട് അങ്ങ് ആൻസർ ആയിട്ട് എഴുതിയാൽ പോരെ. അപ്പം എന്ത് ചെയ്യാം? താഴെയുള്ള ഒരു നമ്പർ മുകളിൽ എഴുതുമ്പോഴത്തേനും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു മൈനസും കൂടെ എന്ത് ചെയ്യുക? 1ന്റെ സൈഡിൽ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, 3/-1. ഇനി എന്ത് ചെയ്യുക? ഒരു നമ്പറിന്റെ മുകളിൽ 0 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു നമ്പറിന്റെ മേലെ 0 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താവും? 1 കൊണ്ട് 3/-1നെ ഇൻറ്റു ചെയ്താൽ 3/-1. ഇനി നിങ്ങൾക്ക് നമ്പറിന്റെ വണ്ടയിൽ 0 വരിക എന്നൊക്കെ ഓർത്തിരിക്കാൻ പാടാണെങ്കിൽ 5/3യും 5/3യും ക്യാൻസൽ ആയി പോകുമെന്ന് ഓർത്താൽ മതി. മുകളിലും താഴെയും വെട്ടിപ്പോവില്ലേ, അതേപോലെ വെട്ടിപ്പോകുമെന്ന് ഓർത്താൽ മതി കേട്ടോ. ഇനി ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അപ്പൊ എന്താ ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യന്? ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ, കണ്ടു പേടിച്ച് അയ്യോ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ എനിക്ക് അറിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഹാഫ് BH എന്നുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്, ഞാൻ പിക്ചറിൽ വരച്ച് അടയാളപ്പെടുത്തി കാണിക്കുന്നുണ്ട്. അതേപോലെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ താഴത്തതാണല്ലേ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു കണക്ക് ചെയ്ത് നോക്കാം. ബേസ് എത്രയാണ്? 4 ആണ്. അതേപോലെ തന്നെ ഹൈറ്റ് 2 ആണ്. ഓക്കെ, ആ ഇക്വേഷനിലേക്ക് ബിന്റെ അവിടെ എന്ത് ചെയ്യുക? 4 കൊടുക്കുക. അതേപോലെ തന്നെ Hന്റെ അവിടെ 2 കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? വെട്ടി ചെയ്യുക. 2 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 പ്രാവശ്യമുള്ളത്. അപ്പൊ 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? അതേപോലെ തന്നെ 6 × 3 എന്ന് വരും. 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ 6 മൂന്നാമതാണ് ഉള്ളത്.
3 × 3 എന്ന് പറയുന്നത് 9 ആണ്. ആൻസർ എത്രയാണ്? 9 എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഇനി നോക്കിയേ, ഒരു ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ആണുള്ളത്. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? പൈ ചാർട്ടുകൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന്. പൈ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? അത് അത്ര വലിയ ക്വസ്റ്റ്യൻ ആണെന്നോ അല്ല കേട്ടോ. പൈ ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടോട്ടൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ടോട്ടൽ തന്നിട്ടുണ്ട്. എത്ര സ്റ്റുഡൻസ് ആണെന്നാ തന്നിട്ടുള്ളത്? 40 സ്റ്റുഡൻസ് ആണെന്നാ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലിനെ എന്ത് ചെയ്യുക, എപ്പോഴും ഓർത്തിരിക്കുക, ടോട്ടൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈ ചാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ 40 ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? താഴെ എഴുതാൻ വേണ്ടി പോകുന്നത്. ഇനി എന്ത് ചെയ്യുക, ബാക്കി കണക്കിലേക്ക് നോക്കുക. 20 യൂസ് ദ സ്കൂൾ ബസ്. 20 പേര് സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നു. 15 പേര് എന്ത് ചെയ്യുന്നു? നടന്നു വരും, വാക്കിംഗ് ആണ്. അതേപോലെ 5 പേര് എന്ത് ചെയ്യുവാണ്? ബൈസൈക്കിളിലാണ് വരുന്നത് എന്നാ തന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു പൈ ചാർട്ട് തയ്യാറാക്കുക. ഇനി ഓരോരുത്തരും ഒരു പൈയിൽ എത്രയാണ്, നമുക്ക് എത്ര അളവെന്ന് അറിയാനാണ് പൈ ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഓരോ ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറേ യെല്ലോ ബോൾസ് ഉണ്ട്, കുറച്ച് വൈറ്റ് ബോൾസ് ഉണ്ട്. നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? പൈ ചാർട്ട് ഒരു സർക്കിളിന്റെ ഒരു മുക്കാലോളം എന്ത് ചെയ്യുക, യെല്ലോ കളർ കൊടുത്തിട്ട് കുറച്ച് ഭാഗത്ത് വൈറ്റ് കൊടുക്കില്ല, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഐഡന്റിഫൈ ഇത് കാണിക്കണം. അപ്പൊ നമ്മൾ ഓർക്കുക, ഈ സർക്കിളിന്റെ കുറെ ഭാഗത്ത് എന്തായിരിക്കും വരിക? 20 ആണല്ലേ കൂടുതൽ. അപ്പൊ സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികളായിരിക്കും വരിക. പിന്നെ എന്ത് ചെയ്യുക? നടന്നു പോകുന്ന കുട്ടികൾ. ഏറ്റവും 5 പേരാണ് എന്ത് ചെയ്യുന്നത്? സൈക്കിളിൽ വരണം. അതുകൊണ്ട് തന്നെ സർക്കിളിന്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ എന്ത് വരണുള്ളൂ? നമ്മുടെ എന്ത് വരണുള്ളൂ? സൈക്കിളിൽ വരണ കുട്ടികളുടെ എണ്ണം വരണുള്ളൂ. ഇനി നോക്കിയേ, ഇനി നമുക്ക് പൈ ചാർട്ടിലേക്ക് മാറ്റുമ്പോഴത്തേനും എന്തൊക്കെയാ സംഭവിക്കാൻ നോക്കുക. പൈ ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഈ 20 എന്നുള്ളത് മുകളിൽ എഴുതുക, അതേപോലെ 40 എന്നുള്ളത് താഴെ എഴുതുക. ഇൻറ്റു എത്ര കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? 20/40 ഇൻറ്റു എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യേണ്ട നമ്പറാണ് നമുക്കിനി നോക്കേണ്ടത്. ഇൻറ്റു ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ ടോട്ടൽ എത്രയാണെന്ന്, ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് അറിയണം. ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. പ്രൊട്രാക്ടറിൽ എത്ര ആംഗിൾ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. നമ്മുടെ പ്രൊട്രാക്ടറിൽ എത്ര വരെ ഉള്ളത്? 180 ഡിഗ്രി വരെ ഉള്ളതല്ലേ. അങ്ങനെ 2 പ്രൊട്രാക്ടർ എടുക്കുമ്പോൾ 180 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 360 ആണ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി അവിടെ അഥവാ മറന്നു പോകണമെങ്കിൽ നിങ്ങളുടെ ജോമെട്രി ബോക്സ് തുറക്കുക, പ്രൊട്രാക്ടറിൽ അളവെടുക്കുക, അതൊന്ന് കൂട്ടി നോക്കിയാൽ പോരെ. അപ്പൊ നമ്മളിവിടെ ഇൻറ്റു ചെയ്യേണ്ടത് 360 വെച്ചിട്ടാണ് കേട്ടോ ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 20/40 × 360 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? സീറോസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. 36/4 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ എന്ത് ചെയ്യുക? 4 ഉം 20 തമ്മിൽ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് എന്ത് ചെയ്യുക? മാറ്റുമ്പോഴത്തേനും നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ 5 × 36 എത്രയാണ്? 5 × 36 180 ആണ് നമുക്ക് കിട്ടിയല്ലേ. ഇനി ഇതേപോലെ തന്നെ താഴത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ നമ്മൾ ടോട്ടൽ ഉണ്ടോ എന്ന് നോക്കണം. ആദ്യം ഞാൻ പറഞ്ഞു പൈ ചാർട്ടിന് ആദ്യം ആവശ്യം എന്തോന്നാണ്? ടോട്ടൽ ആണ് അല്ലേ. ടോട്ടൽ ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ അറിയാം. ഈ പെർസെൻറ്റേജുകളാണ് തരുന്നതെങ്കിൽ ഈസിയാണ്. ടോട്ടൽ 100 എന്ന് എടുക്കുക. അതായത് താഴെ എഴുതേണ്ട നമ്പർ എന്താണ്? 100 ആണ്. പെർസെൻറ്റേജിന്റെ സിമ്പൽ ഞാൻ റെഡ് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ പെർസെൻറ്റേജ് ആണ് കാണുന്നതെങ്കിൽ അതിന് എന്ത് ചെയ്യുക? ടോട്ടൽ എത്രയായിട്ട് എടുക്കുക? 100 എന്ന് എടുക്കുക, മറക്കരുത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? 25/100 × 360 എന്നുള്ള രീതി കിട്ടും. ഇനി എന്ത് ചെയ്യുക? സാധാരണ പോലെ എന്ത് ചെയ്യുക? വെട്ടി ചെയ്യുക. ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 18 × 5 എന്ന് കിട്ടും. 90 ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ ഡി ഗ്രേഡ് ആണ് റിമൈനിങ് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. ഡി ഗ്രേഡ് റിമൈനിങ് എന്നുള്ളത്, അതായത് നമുക്ക് ടോട്ടൽ അറിയാം, 100 ആണെന്ന് അറിയാം എന്ന് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കും അറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സംഖ്യ നമുക്ക് അവർക്ക് വാല്യൂ തരില്ല, റിമൈനിങ് ആണ് എന്നുള്ള രീതിയിൽ തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ കൂട്ടി നോക്കുക. 25, 40, 20 എന്ന് പറയുന്നത് 85. ഇനി 100 ആവാൻ എത്ര വേണം? 15 കൂടെ വേണം അല്ലേ. അപ്പൊ ഡി എന്നുള്ള അളവ് 15 ആണ്. അത് ഇട്ടിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ സെയിം മെത്തേഡ് തന്നെയാണ്. 15 മെഗലിൽ എഴുതുക, 100 താഴെ എഴുതുക, 360 കൊണ്ട് ഇൻറ്റു ചെയ്യുക, പൈ ചാർട്ട് എന്ത് ചെയ്യുക? വരയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ടാണ്. പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ, അപ്പോൾ പൈ ചാർട്ട് കാണാൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു? ടോട്ടൽ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ പെർസെൻറ്റേജ് കാണാനും ടോട്ടൽ എത്രയാണെന്ന് ആദ്യം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇൻ എ സ്കൂൾ there are 750 സ്റ്റുഡൻസ്. അപ്പോൾ എത്രയാണ്? ഒരു സ്കൂളിൽ 750 കുട്ടികളാണ് ഉള്ളതെന്ന്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 750 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. ആ ടോട്ടൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. 750 താഴെ എഴുതുക. അതേപോലെ തന്നെ ഇനി കണ്ടുപിടിക്കണം 450 ഗേൾസിന്റെ പെർസെൻറ്റേജ് ആണ്. 450 മെഗലിൽ എഴുതുക. ഇനി എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക? എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? പെർസെൻറ്റേജ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 100 ആണെന്ന്. അപ്പൊ ഇവിടെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നേരത്തെ പെർസെൻറ്റേജ് വന്നപ്പോൾ അത് ടോട്ടലായിട്ട് എടുത്ത് താഴെ എഴുതണു എന്നാണ് പറഞ്ഞത്. അത് മറന്നു പോയത് കേട്ടോ. അവിടെ എപ്പോഴും ഇൻറ്റു ചെയ്യേണ്ടത് 360 ഉപയോഗിച്ചിട്ടാണ്, മറക്കരുത്. പൈ ചാർട്ടിൽ ഇൻറ്റു ചെയ്യേണ്ടത് എപ്പോഴും 360 ഉപയോഗിച്ചും പെർസെൻറ്റേജ് കണക്കുകളിൽ എപ്പോഴും ഇൻറ്റു ചെയ്യേണ്ടത് 100 ഉപയോഗിച്ചുമാണ്. പൈ ചാർട്ടിൽ പെർസെൻറ്റേജ് വരുമ്പോൾ അവിടുത്തെ ടോട്ടൽ എത്രയായിട്ട് എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്? 100 ആയിട്ട് എടുക്കണമെന്ന്. അത് താഴെ എഴുതുന്ന നമ്പറായിട്ടാണ് വരുന്നത്. മറന്നു പോകരുത് കേട്ടോ.
ഇനി എന്ത് ചെയ്യുക, സെയിം മെത്തേഡ് തന്നെയാണ് വെട്ടി ചെയ്യാൻ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതെങ്ങനെയാ, താഴെ എത്ര സീറോ ഉണ്ട് അത്രയും സീറോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇപ്പോൾ 750 ഒരു സീറോ ഉണ്ട്, അപ്പോൾ നമ്മൾ ഒരു സീറോ മുകളിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. അതിപ്പോൾ 450 നിന്നോ 100 നിന്നോ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ബ്ലൂ വെച്ചിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നുണ്ടോ, അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യുക, 75 45 ഉള്ളത് ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകുമെന്ന് നോക്കിയാൽ മതി. 5ന്റെ പോകും, 9 പ്രാവശ്യം 45, 75 എന്ന് പറയുന്നത് 15 പ്രാവശ്യം. പിന്നെ 15ഉം 9ഉം ഏതിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോകുമെന്ന് നോക്കുക. 3ന്റെ മൾട്ടിപ്ലിക്കേഷനിലല്ലേ 9ഉം 15ഉം ഉള്ളത്. 3 3 9, അതേപോലെ 3 5 എത്രയാ 15, അങ്ങനെ വരും. പിന്നെ 3 × 100 ഡിവൈഡഡ് ബൈ 5. ഇനി വേണമെങ്കിൽ 5ഉം 100ഉം തമ്മിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, 20 എന്ന് കിട്ടും. 20 × 3 60 ആണെന്ന് കിട്ടും. ഓക്കെ, താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കി. അതേപോലെ തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, 30,000 രൂപ ലഭിക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ടോട്ടൽ എടുക്കുക. ഒരാളുടെ ഫുൾ സാലറിയാ 30,000 എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ടോട്ടൽ എത്ര തന്നെയാണ്, 30,000 തന്നെ. അപ്പൊ താഴെ എഴുതേണ്ട നമ്പർ 30,000 എന്ന് കിട്ടി. പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട നമ്പർ 100 ആണെന്ന് അറിയാം. മുകളിൽ എഴുതേണ്ട 8,000 ആണ്, അത് മുകളിൽ എഴുതുക. അത് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് എന്ത് ചെയ്യുക. ഇത് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്താലും മതി കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യുമ്പോഴത്തേന് നേരത്തെ പറഞ്ഞ കണക്ക് സീറോസ് കട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ താഴെ എത്ര സീറോ ഉണ്ടെന്ന് നോക്കുക, അത്രയും സീറോസ് മുകളിൽ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താഴെ ഇവിടെ ഇപ്പോൾ 4 സീറോയാ ഉള്ളത്. അതിൽ 2 സീറോ നമ്മൾ 100ൽ നിന്ന് കട്ട് ചെയ്തു, 2 ഏതിൽ നിന്ന് കട്ട് ചെയ്തു, 8,000 നിന്നിട്ട് 8,000 നിന്ന് കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, അങ്ങനെ 4 സീറോസും കട്ട് ചെയ്തു. ബാക്കിയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യുക, 80 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അതെന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്താൽ മതി. ഇങ്ങനെ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇതേപോലെ വരുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഒരു ഡൗട്ടാണ് അല്ലേ. മെഗലിലുള്ള 26 അതേപോലെ തന്നെ എഴുതുക. ഇനി ആ 2ഉം 3യിൽ റിമൈനിങ് 2 ആണ് മെഗലിൽ എഴുതേണ്ടത്. അതേപോലെ ആ ബോക്സിന്റെ വെളിയിൽ കിടക്കുന്ന 3 താഴെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഇവിടുത്തെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, ഇനി നമ്മുടെ സ്ക്വയർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമുക്ക് 4 സൈഡും സെയിം ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ സ്ക്വയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ സ്ക്വയറിന്റെ ഏരിയ തന്നിട്ട് അത് വരയ്ക്കാൻ വേണ്ടി പറയും. സ്ക്വയറിന്റെ ഏരിയ കാണാൻ അറിയാലോ, 2 സൈഡുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക. അതായത് 3 ആണ് ഇപ്പോൾ ഒരു സ്ക്വയർ വരച്ച ലെങ്ത് എങ്കിൽ 3 × 3 ആണ്, അതായത് 9. അതായത് സ്ക്വയറിന്റെ വാല്യൂസ് ഒക്കെ സ്ക്വയർ വാല്യൂസ് ആണ്. നമ്മുടെ 9, 16, 25 അതേപോലത്തെ നമ്പേഴ്സ് ആണ്. പക്ഷെ ഇത് നോക്കിയാൽ 17, 18, 19 ഇതേപോലെ സ്ക്വയർ വാല്യൂസ് അല്ലാത്ത കുറച്ച് നമ്പർ തന്നിട്ട് നമ്മളുടെ സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കുക, ഈ നമ്പേഴ്സിന്റെ ഹാഫ് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ 18ന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എടുക്കുക. 18ന്റെ ഹാഫ് എത്രയാണ്, 9. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 9 എന്ന് പറയുന്നത് ഏതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കണ്ടുപിടിക്കും. 9 ഏതാണ്, 3 × 3 ആണല്ലേ. സ്ക്വയർ റൂട്ട് ഏതാണെന്ന് നോക്കിയാൽ 3 × 3 ആണ്. അപ്പൊ 3 വെച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കാം. 3 വെച്ചിട്ട് സ്ക്വയർ വരച്ചതിന് ശേഷം നമ്മുടെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഡയഗണൽ കറക്റ്റ് അളവെടുക്കുക. ഈ ഡയഗണൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ സ്ക്വയറിന്റെ ഈ 2 പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നു, ആ 2 പോയിന്റുകളിൽ വെച്ചിട്ട് സർക്കിൾ, ഫുൾ കംപ്ലീറ്റഡ് സർക്കിൾ വരയ്ക്കുക. നമ്മൾ ആർക്ക് വരയ്ക്കാനാ പറയുന്നത്. ഇപ്പൊ ആർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ഒരു എന്ത് ചെയ്യുക, ഹാഫ് നിൽക്കുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഓരോ പോയിന്റിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കണം. ഞാൻ ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓരോ പോയിന്റിലും വെച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവ കൂട്ടിമുട്ടുന്ന പോയിന്റുകളുണ്ടല്ലോ, ആ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു സ്ക്വയർ എന്ത് ചെയ്യുക, വരയ്ക്കുക. അത് വരച്ച് നോക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ഇപ്പോൾ 18ന്റെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതേപോലെ 32 ആയിക്കോട്ടെ, എല്ലാ നമ്പറും എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി താഴെ കിടക്കുന്ന 12.5 ഒക്കെ എന്ത് ചെയ്യുക, പോയിന്റ് മാറ്റി 125 ആക്കി എടുക്കുക. അതിന്റെ പകുതി എടുക്കുമ്പോൾ എത്രയെന്ന് കിട്ടും, 625 എന്ന് കിട്ടുക. 6.25 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുക. 6.25 625 ഏതിന്റെ സ്ക്വയർ റൂട്ട് ആണെന്നുള്ള രീതി നോക്കുമ്പോൾ, സ്ക്വയർ ആണെന്ന് നോക്കുമ്പോൾ നമുക്ക് ഏതാ കിട്ടുന്നത് നമ്പർ എന്ന് പറയുന്നത്, നമ്മുടെ 25 ആ കിട്ടുന്നത്. ആ രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം എന്ത് ചെയ്യും, മനസ്സിലാവും കേട്ടോ. എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഈ സ്ക്വയർ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് നോക്കി ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ നാളെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതിവിടെ എല്ലാ നമ്പേഴ്സിൻ്റെയും തന്നിട്ടുണ്ട്. ഇപ്പോൾ 32 ആണെങ്കിൽ, 18 ആണെങ്കിൽ 9 3 എന്നുള്ള 9 ആണ് അതിൻ്റെ പകുതി എന്ന് പറയുന്നത്. ആ കുഞ്ഞു സ്ക്വയറിന്റെ അളവ് 3 ആണ്. ഇനി 50 ആണെങ്കിലോ 25 ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ പകുതി എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞു സ്ക്വയറിന്റെ സൈഡുകളുടെ അളവ് എന്ന് പറയുന്നത് 5 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ക്വയർ വരയ്ക്കും. അതിന്റെ ഡയഗണൽ എടുത്തിട്ടാണ് ബാക്കി വരയ്ക്കുന്നത് എന്നുള്ള രീതി. 32 ആണെങ്കിൽ അതിന്റെ പകുതി 16 ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഒരു സൈഡ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി 12.5 ആണെങ്കിലോ അതിന്റെ പകുതി 6.15 ആണ്, 25 ആണ്. അതിന്റെ ഓരോ സൈഡ്, ആ കുഞ്ഞ് സ്ക്വയറിന്റെ ഓരോ സൈഡ് എന്ന് പറയുന്നത് 2.5 ആണ്. ഓക്കെ,
ഇനി 24 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ മിക്സഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോഴത്തേന് എന്ത് കിട്ടും 49/4. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, 24നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം നമുക്ക് എത്രയെന്ന് കിട്ടും, 48 എന്ന് കിട്ടും. ആ മുകളിലത്തെ ഒന്ന് കൂട്ടുക, അങ്ങനെയാ 49 എന്നുള്ളത് കിട്ടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 7/2. 7/2 എന്ന് പറഞ്ഞാൽ 3.5 വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞു സ്ക്വയർ വരയ്ക്കുന്നത്. ഇനി 17, 19 എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ട്രയാങ്കിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഈ 2 നമ്പറുകളുടെ സ്ക്വയർ കൂട്ടുമ്പോൾ 17 കിട്ടും. ഫോർ എക്സാമ്പിൾ എത്രയാ, 16ഉം അതേപോലെ തന്നെ എത്ര ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 17 കിട്ടുമല്ലേ. അപ്പോൾ ഒരു സൈഡ് 4ഉം ഒരു സൈഡ് 1 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഒരു സൈഡായിട്ട് എന്ത് ചെയ്യുന്നത്, സ്ക്വയർ വരയ്ക്കുന്ന മെത്തേഡാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യുക, എല്ലാ മിക്ക പാഠത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാ പാഠത്തിൻ്റെയും ലാസ്റ്റ് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയെങ്കിലൊക്കെ നോക്കിയിട്ട് പോകണം കേട്ടോ. ഇത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജയിക്കുന്നതിൽ കൂടുതൽ മാർക്ക് എന്ത് ചെയ്യാൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻ.